പിന്തുടർന്നിടാം. നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം. വല്ലവന്റെ നല്ല പാത പിന്തുടർന്നിടാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഈ പ്രഭാതത്തിൽ എന്നെ ശ്രവിക്കുന്ന ഏവർക്കും വേഗമന കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ പ്രഭാത വചനചിന്തയ്ക്കായിട്ട് വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും ഒരു വചനഭാഗം നമുക്ക് വായിക്കാം. സങ്കീർത്തനം 118 അതിൻ്റെ 22-23 വാക്യങ്ങൾ. വീട് പണിയുന്നു തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു, ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഈ സങ്കീർത്തന ഭാഗം കർത്താവായ യേശുക്രിസ്തു താൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ അത് കോട്ട് ചെയ്യുന്നതായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ടും ഈ വീട് പണിയുന്നു തള്ളിക്കളഞ്ഞ കല്ല് താൻ തന്നെയാണെന്നും അത് ദൈവസഭയുടെ മൂലക്കല്ലായി തീർന്നുവെന്നും നമുക്ക് കാണുവാൻ സാധിക്കും. ആ സുവിശേഷത്തിൽ തന്നെ 33 മുതൽ 41 വരെയുള്ള വേദഭാഗങ്ങളിൽ കർത്താവ് ഒരു ഉപമ പറയുന്നത് കാണുവാൻ സാധിക്കും. മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കിയിട്ട് അതിന് വേലി കെട്ടി ചക്കം കുഴിച്ചിട്ട് ഗോപുരം പണിതിട്ട് കുടിയന്മാരെ ആ മുന്തിരിത്തോട്ടം ഏൽപ്പിച്ചിട്ട് പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് ദൂരത്തേക്ക് കടന്നുപോയ ഒരു തോട്ടക്കാരനെ നമുക്കവിടെ കാണുവാൻ സാധിക്കും. താൻ ഫലം എടുക്കുന്ന കാലത്ത് തൻ്റെ ദാസന്മാരെ തൻ്റെ ഷെയർ വാങ്ങിക്കുവാനായി വിടുന്നതായിട്ട് കാണുന്നു. എന്നാൽ അവരെ ഓരോരുത്തരായിട്ട് ഉപദ്രവിച്ച് കല്ലെറിഞ്ഞ് കൊന്ന് അവിടുന്ന് നീക്കം ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അവസാനം തൻ്റെ മകനെ അയച്ചു. ഈ മകനെയും അവർ അങ്ങനെ തന്നെ ചെയ്യുവാനിടയായിത്തീർന്നു. അങ്ങനെ അവസാനം ഈ തോട്ട ഉടമ താൻ തന്നെ കടന്നു വരികയും ഈ കുടിയാന്മാരെ നീക്കി മറ്റ് ഫലം കൊടുക്കുന്ന വിശ്വസ്തരായ ചിലരെ ഇത് ഏൽപ്പിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇവിടെ കർത്താവായ യേശുക്രിസ്തു സൂചിപ്പിക്കുന്നത് വിശുദ്ധ തിരുവെഴുത്ത് പ്രകാരം അനേക പ്രവാചകന്മാരെ കാലകാലങ്ങളിൽ കർത്താവ് അയച്ച് ദൈവത്തിൻ്റെ പദ്ധതിയും അവരോടുള്ള ദൈവീയ ദൂതുകളും വാഗ്ദത്തങ്ങളും കൊടുത്തുവെങ്കിലും കർത്താവായ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുവാനോ അവനെ മശിയായി സ്വീകരിക്കുവാനോ ഇസ്രായേൽ ജനം സന്നദ്ധരായില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ സ്വീകരിക്കാഞ്ഞതിനാൽ ആ ദൈവനീതി നമ്മൾ ജാതികളായ നമ്മൾക്കും അവകാശമായി ലഭിക്കുവാനിടയായിത്തീർന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ, ആകയാൽ നിങ്ങൾ മുമ്പ് പ്രകൃതിയാൽ ജാതികളായിരുന്നു, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാത്തവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിനും നിയമത്തിനും അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. എന്നാൽ 19-ാം വാക്യത്തിൽ, ആകയാൽ നിങ്ങൾ ഇനിയും അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും അത്രയെന്ന് കാണുവാൻ സാധിക്കും. തുടർന്ന് ഒരു പണിയെപ്പറ്റി അവിടെ പറയുന്നു, ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അങ്ങനെ ഒരു വലിയ ദൈവപ്രവർത്തിക്കായിട്ട് യേശുക്രിസ്തു മൂലക്കല്ലായി തീരുകയും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ശേഷം തന്നിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ അതിൻ്റെ ഓരോ അംശങ്ങളായി തിരഞ്ഞെടുക്കുന്നതായി കാണുവാൻ സാധിക്കുന്നു. കൃപയാൽ ഇതിൽ അംശമായി തീരുവാൻ, അംഗമായി തീരുവാൻ ദൈവം നമ്മയും തിരഞ്ഞെടുത്ത കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് പകൽക്കാലം ആ ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. അവൻ ജീവിതത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നമ്മെ ഉപേക്ഷിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്ന അനേക ജനങ്ങളുടെ മധ്യയാണ് നാം ജീവിക്കുന്നത്. വിശ്വാസത്തിൻ്റെ പേരിലും മറ്റു പല കാരണങ്ങളാൽ തള്ളിക്കളയുന്ന സമൂഹത്തിൽ ഈ തള്ളിക്കളഞ്ഞ ക്രിസ്തു മൂലക്കല്ലായി തീർന്ന പോലെ നമ്മ ഒരനുഗ്രഹമായി തീരുവാൻ ഇന്ന് വാക്കാലം വിശ്വാസത്തോടെ ദൈവസ്ഥനെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. വചനം കേട്ട നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ തിക്ത അനുഭവങ്ങളിൽ തള്ളിക്കളയുന്നവരുടെ മധ്യയെ ചേർത്ത് പിടിക്കുന്ന ദൈവ സാന്നിധ്യത്തിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളെ മൂലക്കല്ലാക്കി തീർക്കുന്ന ആമേ ദൈവത്തിൻ്റെ ആത്മീയ കല്ലുകളായി ആത്മീയ ഗ്രഹം പണിയുവാൻ ഞങ്ങൾ തിരഞ്ഞെടുത്ത കൃപയ്ക്കായി സ്തോത്രം. നന്ദിയോടെ അങ്ങനെ സ്തുതിയും മഹത്വം കർത്താവ് എടുത്താട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.